എല്ലാവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലത്തെ മത്സരം RCB വേഴ്സസ് CSK ആയിരുന്നു. CSKയുടെ ഹോം ഗ്രൗണ്ടായ ചപ്പോക്കിലായിരുന്നു ഇന്നലത്തെ മത്സരം നടന്നിരുന്നത്. RCBക്ക് തുടർച്ചയായ രണ്ടാമത്തെ ജയമാണ് ഇന്നലെ സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ RCB പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം നിൽക്കുകയായി. 2 കളിയിൽ 2 മാച്ച് വിജയിച്ച RCB 4 പോയിന്റുമായി റൺ റേറ്റിലും മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ CSKയ്ക്ക് ആദ്യ മത്സരം ജയിക്കാനായെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ തോൽവി ഏറ്റ് വാങ്ങേണ്ടി വന്നിരിക്കുന്നു. അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് അവർക്ക് തോൽവി വാങ്ങേണ്ടി വന്നത് എന്നത് തീർച്ചയായും നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നലത്തെ ബാറ്റിംഗ് അനാലിസിസ് നമ്മൾ എടുത്താൽ ആദ്യം ബാറ്റ് ചെയ്ത RCB നല്ലൊരു തുടക്കം തന്നെ കാഴ്ചവെക്കുകയും ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗളൂരുവിൻ്റെ ഓപ്പണർ ഫിൽ സാൾട്ട് കൊളുത്തിയ തീപ്പൊരി 16 പന്തിൽ 32, ദേവദത്ത് പടിക്കൽ 14 പന്തിൽ 27, ക്യാപ്റ്റൻ രജത് പട്ടീദർ 32 പന്തിൽ 51 എന്നിങ്ങനെ സ്കോർ ചെയ്തു. ബംഗളൂരു 5 ഓവറിൽ 45 റൺസിൽ നിൽക്കെ സാൾട്ടിനെ നൂർ അഹമ്മദിൻ്റെ പന്തിൽ ധോണി മിന്നൽ സ്റ്റമ്പിലൂടെ പുറത്താക്കുകയായിരുന്നു. സ്കോറിംഗ് പൊതുവെ ദുഷ്കരമായ പിച്ചിൽ വിരാട് കോഹ്ലി 30 പന്തിൽ 31, വെറും 100 സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് ബാറ്റ് വീശിയത്. അതുപോലെ തന്നെ ടീം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. ടീം ഡേവിഡിൻ്റെ 8 പന്തിൽ 22 എന്ന ഒരു നല്ല ഒരു സ്കോർ ഉയർത്തിയോടുകൂടിയാണ് അവരുടെ ഒരു സ്കോർ ഭേദപ്പെട്ട നിലയിൽ ഉയർന്നു വന്നത് RCBയുടെ. അങ്ങനെ അവർ 177 റൺസിന് അവസാന ഓവറിൽ സാം കരനെതിരെയും ടീം ഡേവിഡിനെ 3 സിക്സർ നേടി. പത്തിദാറിൻ്റെ ഇന്നിങ്സിൽ 4 4 3 സിക്സറുമായിരുന്നു ഉണ്ടായിരുന്നത്. നൂർ അഹമ്മദ് 36 റൺസിന് 3 വിക്കറ്റ് CSKയ്ക്ക് വേണ്ടി നേടി. അതുപോലെ തന്നെ അവരുടെ ബാറ്റിംഗ് കഴിഞ്ഞ് ചെന്നൈ ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ അവർക്ക് തുടക്കത്തിൽ തന്നെ പിഴയ്ക്കുകയാണ്. 2-ാം ഓവറിൽ രാഹുൽ ത്രിപാഠി 5 റൺസിന് പുറത്തായതോടെ ക്യാപ്റ്റൻ ഋതുരാജ് 0 റൺസിന് ഔട്ടാകുകയാണ്. അദ്ദേഹത്തിന് ആദ്യ ഇന്നിങ്സിൽ തിളങ്ങിയ പോലെ 2-ാം ഇന്നിങ്സിൽ തിളങ്ങാൻ കഴിയാതെ അതോടുകൂടി തന്നെ ചെന്നൈ പ്രതിരോധത്തിലായി. പിന്നാലെ ദീപക് ഹൂഡ 4 റൺസും താം കരൺ 8 റൺസും എന്നിവരും പുറത്തായപ്പോൾ ഓപ്പണർ രജിൻ രവീന്ദ്ര പ്രതീക്ഷ നിലനിർത്തി. ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, യശ് ദയാൽ എന്നീ പേസർമാരും കൃണാൽ പാണ്ഡ്യ, സുയാഷ് ശർമ്മ, ലിയാം ലിവിങ്സ്റ്റൺ എന്നീ സ്പിന്നർമാരും ഉൾപ്പെടെ ബൗളിങ്ങിനെതിരെ സ്കോറിംഗ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 13-ാം ഓവറിൽ രജിൻ രവീന്ദ്രയെ യാഷ് ദയാൽ ക്ലീൻ ബൗൾഡാക്കിയതോടെ മത്സരത്തിൻ്റെ വിധി തീരുമാനിക്കപ്പെട്ടു. ശിവൻ ദുബെ 19, രവീന്ദ്ര ജഡേജ 25 എന്നിവർക്കും അതിനെ മറികടക്കാനായില്ല. ജയിക്കുക എന്ന ലക്ഷ്യം ചെന്നൈയും മറന്നു. 16-ാം ഓവറിൽ ക്രീസിലെത്തിയ MS ധോണിയുടെ 16 പന്തിൽ 30, 3 4ഉം 2 സിക്സറും കാളികൾക്ക് ആശ്വാസമായി. എങ്കിലും ഇനി ബാക്കിയുള്ള മത്സരങ്ങളിൽ ചെന്നൈ പ്രതീക്ഷയോടെ മുന്നേറുമെന്ന് കരുതാം. RCBക്ക് തുടർച്ചയായ 2-ാം വിജയത്തോടു കൂടി തന്നെ ഒരു നല്ല ഒരു മേൽക്കൈയാണ് ഈ IPLൻ്റെ തുടക്കത്തിൽ ലഭിച്ചത്.